തൊഴിലുറപ്പ് പ്രവൃത്തികളിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർമാരുടെ സേവനം ലഭ്യമാക്കാത്തത് കാരണം പദ്ധതി പ്രകാരം ആരംഭിച്ച പ്രവൃത്തികൾ താളം തെറ്റുന്നതായി ആക്ഷേപം. ഇത് സംബന്ധിച്ച് മാടായി പഞ്ചായത്ത് അധികൃതർ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് LSJD എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് പരാതി നൽകി. സർക്കാർ സർക്കുലർ പ്രകാരം തൊഴിലുറപ്പ് പ്രവൃത്തികളുടെ സൈറ്റ് LSJD അസിസ്റ്റന്റ് എഞ്ചിനീയർ സന്ദർശിച്ച് പൂർത്തീകരണ സർട്ടിഫിക്കറ്റ് നൽകിയാലാണ് ബ്ലോക്ക് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് ചെക്ക് മെഷർ ചെയ്യുവാൻ സാധിക്കുക. സർക്കാർ നിർദ്ദേശം പാലിക്കാൻ അസിസ്റ്റന്റ് എഞ്ചിനീയർമാർ തയ്യാറാവുന്നില്ലെന്നും ഇതോടെ മാടായി പഞ്ചായത്തിലെ തൊഴിലുറപ്പ് പ്രവൃത്തികൾ നിലച്ചിരിക്കുകയാണെന്നുമാണ് പരാതി. വിഷയത്തിൽ അടിയന്തര നടപടി വേണമെന്നാവശ്യപ്പെട്ട് കണ്ണൂർ LSJD എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് പഞ്ചായത്ത് അധികൃതർ പരാതിയും നൽകി. തൊഴിലുറപ്പ് പദ്ധതിയുടെ മെറ്റീരിയൽ വർക്കുകൾ പഞ്ചായത്ത് LSJD AEമാരാണ് പരിശോധിക്കേണ്ടതെന്നും അതിൻ്റെ ചെക്ക് മെഷർ ചെയ്യേണ്ടതെന്നുമുള്ള സർക്കുലർ സർക്കാർ ഇറക്കിയിട്ട് മാസങ്ങളായി. പക്ഷേ ഇന്ന് വരെ അത് നടപ്പിൽ വരുത്താൻ തയ്യാറല്ല എന്ന ഒരു തീരുമാനവുമായി LSJD എഞ്ചിനീയർമാരുടെ അസോസിയേഷൻ മുന്നോട്ട് കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഗ്രാമീണ മേഖലയിലെ ഇത്തരം വികസന പ്രവർത്തനങ്ങൾ തടസ്സപ്പെട്ടിരിക്കുകയാണ്. ഇത് പല ഘട്ടങ്ങളിലായി എഞ്ചിനീയർമാരെ നമ്മൾ സമീപിച്ചെങ്കിലും അത് AE ആയാലും AXE ആയാലും ഇതിനൊന്നിനും തന്നെ ഒരു മുഖവിലക്കെടുക്കാത്ത രൂപത്തിലാണ് മുന്നോട്ട് പോകുന്നത്. NREG വർക്ക്, അതിൻ്റെ മെറ്റീരിയൽ വർക്ക് കുറേ കാലമായി നടക്കുന്നില്ല. അത് ചെക്ക് മെഷർ ചെയ്യേണ്ട AEയും അതുപോലെ AXEയും ഒന്നും ഈ അവരുടെ സർക്കാർ ഉത്തരവിനെതിരായി വലിയ നിലയിലുള്ള നിരുത്തരവാദപരമായ സമീപനമാണ് സ്വീകരിച്ചു വരുന്നത്. ഇത് അവർക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ സർക്കാരിനോടോ അല്ലെ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ഉന്നത ഉദ്യോഗസ്ഥന്മാരോടോ ആണ് പറയേണ്ടത്. നമ്മുടെ പഞ്ചായത്തിൽ പാവപ്പെട്ട തൊഴിലാളികൾക്ക് പണി കിട്ടുന്നതും അതുപോലെ നാടിൻ്റെ വികസനത്തിന് വലിയ നിലയിൽ ഭാവിയിലേക്കുള്ള ഒരു മുതൽക്കൂട്ടാവുന്നതും പഞ്ചായത്തിൻ്റെ ആസ്തി വർദ്ധിപ്പിക്കുന്നതിനും ഒക്കെയുള്ള ഈ പ്രവർത്തനം തടയുന്ന നിലയിലേക്കാണ് എഞ്ചിനീയർമാരുടെ ഈ പ്രവർത്തനം കൊണ്ട് ഉണ്ടായിട്ടുള്ളത്. ഇനിയും പ്രശ്നത്തിന് പരിഹാരമായില്ലെങ്കിൽ പ്രത്യക്ഷ സമരവുമായി മുന്നോട്ടു പോകുമെന്നാണ് പഞ്ചായത്ത് അധികൃതർ പറയുന്നത്. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി.